ഈ വീട് വെച്ചു, ലക്ഷങ്ങളുടെ വീട് വെച്ച്, ആയിഷാത്ത ലക്ഷങ്ങളുടെ വീട് വെച്ചു. ഒരു 10 രൂപ ഇവിടുത്തെ പള്ളിക്കാട്ടി പള്ളിയിലിട്ടോ നീ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്തോ നീ 5 രൂപ. വയലിന്റെ സദസ്സിൽ വന്ന് ചോദിക്കുമ്പോ നീ മാലയെടുത്ത് അകത്തിടുക, എന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. കാരണം എന്തേ? വയലിന് വരുമ്പോ വീട്ടിൽ അലമാരിക്കകത്ത് വെച്ചിട്ട് വന്നിരിക്കുക. കാരണം ഊരി കൊടുക്കണ്ട വന്നാലോ പടച്ചവനെ, അല്ലേ? 5 നയാ പൈസ ആർക്കും കൊടുക്കണ്ട, കള്ളം കൊണ്ടുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പ വിളിക്കും. എവിടോ പോയപ്പോ ഒരു താത്ത 101 രൂപ, ഒരു പവന്റെ വളയെന്തോ കളഞ്ഞുപോയി, തിരിച്ചു കിട്ടാൻ 10 രൂപ പള്ളിക്ക് കൊടുത്തിരുന്നെങ്കിൽ പോവോ? 10 രൂപ പള്ളിക്ക് കൊടുത്തിരുന്നെങ്കിൽ 1 പവൻ പോവോ? 1 പവൻ പോയപ്പോ 501 രൂപ, 501 രൂപ 101 രൂപ ഏതെങ്കിലും പാപങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ പോവോ? സദക്കയുടെ കൂലി പോലും അല്ലാഹ് നിനക്കൊന്നും തരൂല്ല. എത്താൻ പോലെ സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോദിച്ചാ പറയും ഇല്ല. പാവത്തിന് ചോദിച്ചാലും യതീമിന് ചോദിച്ചാലും ഇല്ല ഇല്ല. അവസാനം അല്ലാഹ് നിന്നെ ഒന്നും ഇല്ലാതാക്കി കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും പൈസ കൈവച്ചിട്ടില്ല എന്ന് പറയരുത്. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൊടുക്കണ്ട. നിനക്കും മനസ്സില്ലെങ്കിൽ നീ കൊടുക്കരുത്. പക്ഷെ നീ ഇല്ല എന്ന് പറയരുത്. കാരണം മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നീ തന്നെ പറയാൻ പാടില്ല എനിക്ക് ഗ്ലാമർ കൂടിപ്പോയെന്ന്. കണ്ണാടി പോയി നോക്കി നിന്നിട്ട് ആമിനത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും, അല്ലാ കവളൊക്കെ ചാടി ഇത്തിരി വെളുത്തിട്ടുണ്ട്, എന്തോ സൗന്ദര്യം. നീ പറയരുത് ആമിന, പറഞ്ഞ ഉള്ളതുകൂടെ പോകും. ഉള്ളതുകൂടെ കണ്ണീർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കണ്ണീറിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ കണ്ണീർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അറിയോ? ചില ആൾക്കാർ ഇങ്ങനെ വീടിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ ഒരു തെങ്ങ് നിറയെ തേങ്ങ കൊലങ്ങനെ കൊലച്ചടക്ക. ഒരു ഉമ്മാമ പറയുക, ഇത് എന്തൊരു തേങ്ങയാടാ പടച്ച റബ്ബേ. 2 മാസം കഴിയുമ്പോ അങ്ങനെ ഒരു തെങ്ങ് പോലും അവിടെ നിന്നത് കഴിയില്ല, കരിഞ്ഞു പോകും. ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉമ്മമാര് വരുമ്പോ പറയും, അതുകൊണ്ട് ആമിനത്ത് വരുന്നുണ്ട്, കുഞ്ഞിനെ വീട്ടിനകത്ത് കയറ്റിക്കൊള്ളാം, കുഞ്ഞിനെ പുറത്ത് കാണിക്കില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം കിടക്കും കുഞ്ഞ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ചിലരുടെ കണ്ണ്. ഞാന് ചില ബിരുദന്മാർ, ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ ജോലി ചെയ്യുമ്പോ വലിയ പെരുന്നാളിന് അവിടെ ഉളുഹിയ പോത്തിനെ വാങ്ങാൻ ഞാനിങ്ങനെ പത്തനംതിട്ട ഉള്ളിലേക്കൊരു സ്ഥലത്ത് പോയി. അവിടെ ഒരു യത്തീംഖാനൊക്കെ ഉണ്ട്. വായ്പൂരെത്തിങ്ങാന. ഞാൻ അവിടെ പോകുമ്പോ ഒരു ക്രിസ്ത്യാനിയായ ഒരു അച്ചായനുണ്ട്. അദ്ദേഹം ഒരു പോത്തിനെ വാങ്ങി നിർത്തും. എല്ലാ വലിയ പെരുന്നാളാകുമ്പോ ആ പോത്തിനെ വിൽക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോ ഈ കാട്ടുപോത്തിനെ പോലെ നെറ്റിപ്പട്ടമൊക്കെ ഉള്ള, കാലിന്റെ അടിഭാഗം വെളുത്തിരിക്കുന്ന നല്ല ഒരു പോത്ത്, വാലൊക്കെ അപ്പൊ അദ്ദേഹം ഞങ്ങൾ ചെന്ന ഉടനെ പറഞ്ഞു, ഉസ്താദെ ആ പോത്ത് ഉളുഹിയയ്ക്ക് പറ്റത്തില്ല. അദ്ദേഹം പറയാ, അത് ഉളുഹിയയ്ക്ക് പറ്റൂല. അപ്പൊ ചോദിച്ചു, എന്തേ? അതിന്റെ വാലിനൊരു കംപ്ലൈന്റ് ഉണ്ട് ഉസ്താദെ. നോക്കുമ്പോ അതിന്റെ വാലില്ല, ആ താഴ്ഭാഗത്തെ മുടിയില്ല, അതിങ്ങനെ ഉരിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, എന്തു പറ്റി? അതൊന്നും പറയണ്ട, ഒരുത്ത 3-4 ദിവസം മുമ്പ് ഇവിടെ ഈ പോത്തിനെ വാങ്ങാൻ വന്നു. 65,000 രൂപ പറഞ്ഞ് ഞാൻ കൊടുത്തില്ല. അപ്പം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നിട്ട് ഈ പോത്തിന് വില പറ്റാതെ വന്നപ്പോ ഇവൻ പറഞ്ഞു, എന്റെ അച്ഛാ എന്തൊരു വാല അച്ഛാ, ഒരൊറ്റ പറച്ചല്, എന്തൊരു വാല അച്ഛാ, ഒരൊറ്റ പറച്ചല്. ആ അച്ചായൻ പറയാ, ഇവൻ പോയി പിറ്റേ ദിവസം നോക്കുമ്പോ കാക്ക വന്നിട്ട് കൊത്തി മുറിവായി, ആ വാലങ്ങ് പോയി. 2-3-4 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ വീണ്ടും വന്നപ്പോ പോത്തിന് വാലില്ല. അപ്പം ചോദിച്ചു, അച്ഛാ ഇനി കൊടുക്കുന്നോ? അപ്പൊ അച്ചായൻ പറഞ്ഞു, ഇത് ഉളുഹിയയ്ക്ക് പറ്റത്തില്ല. കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ വേറെ ഒരു വാല് വെച്ചങ്ങ് ഒട്ടിച്ചോളാന്ന്. അച്ചായൻ പറഞ്ഞു, ഞാൻ അവനെ തല്ലിയില്ലാന്ന്. കാരണം അച്ചായന് വിവരമുണ്ട്, നമ്മുടെ കൗമിനെ വിവരം ഇല്ലാത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, സ്വന്തം കണ്ണാടിയെ നോക്കിയിട്ട് പോലും നിങ്ങൾ സ്വന്തം സൗന്ദര്യത്തെ വിലയിരുത്തരുത്. അത് കണ്ണേറ, ഉള്ളതുകൂടെ പോകുമെന്ന. അപ്പൊ നിന്റെ കയ്യിൽ പൈസ വെച്ചിട്ട് അലമാരിക്കകത്ത് കെട്ടിവെച്ചിട്ട് നീ പറയാ, ഇല്ല ഇല്ല ഇല്ല, തലയുടെ മുകളിൽ നിന്നിട്ട് മലക്ക് ആമീൻ, ഒരൊറ്റ പറച്ചല്, നീ യതീംഖാനയിലായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ നാശം നിന്റെ നാവ. നീ തന്നെ നിന്റെ സർവ്വതും നശിപ്പിച്ച് കളഞ്ഞത് നിന്റെ നാവ് കൊണ്ടാ. അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ പറഞ്ഞ നീ ഒന്നുമില്ലാത്തവനായി പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതുകൊണ്ട് പറഞ്ഞു വന്നത്, എന്റെ പൊന്നാര സഹോദരിമാരെ, ഇനിയെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോ
പള്ളിക്കോ മദ്രസയ്ക്കോ പാവങ്ങൾക്കോ യതീമിങ്ങൾക്കോ നീ വല്ലതും കൊടുക്ക്, അള്ളാഹ് നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അതാ പടച്ചവനെ മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തത് എന്തെന്നറിയുമോ? 2 റക്അത്ത് നമസ്കരിച്ചു, അല്ലാഹുവേ പടച്ചവനെ അല്ലാഹനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ചോദിക്കേണ്ടവരോട് മുഴുവനും മുശാവറ ചെയ്തു. മൂന്നാമതായിട്ട് പടച്ചറപ്പിന്റെ സഹായം നീ ചോദിച്ചു വാങ്ങി. ഇനി നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേണ്ടത് ആരുടെ സഹായം എന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് വേണ്ട, ആ മുത്തുനബിയുടെ സഹായം നിനക്ക് വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹായം കിട്ടാൻ, അല്ലാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ നിങ്ങൾ സദഖ ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ സഹായിക്കണോ? അതിനുള്ള വഴി എന്താ? ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ മുത്തുനബിയല്ലേ ഖുർആൻ കൊണ്ടുവന്നത്. ആ പ്രവാചകനാണല്ലോ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് കൊണ്ടുവന്നത്. ആ പ്രവാചകൻ അല്ലാഹു കൊടുത്ത സമ്മാനമായിരുന്നല്ലോ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ആ ഖുർആനിനെ നിങ്ങൾ സ്നേഹിക്കൂ, ആ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യൂ. അതിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ തൃപ്തിയും നിനക്ക് കിട്ടി, അല്ലാഹു നിന്നെ സഹായിക്കും. മുത്തുനബി നിന്നെ സഹായിക്കണമെങ്കിൽ നീ ഖുർആൻ ഓത് എന്ന് പറഞ്ഞാൽ ഒരു യാസീനെങ്കിലും ഓത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാണല്ലോ വീട് വെക്കാൻ നേരത്തും കുറ്റിയടിക്കാൻ നേരത്തും വണ്ടിയെടുക്കാൻ നേരത്തും എവിടെ നോക്കിയാലും സൂറത്തു യാസീൻ ഓതുന്നത്. എന്തുകൊണ്ടാ സൂറത്തു യാസീൻ? നമ്മളിൽ പലർക്കും ഇതുവരെ അതിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. എവിടെ നോക്കിയാലും യാസീൻ അല്ലേ ഓതുന്നേ. ചങ്ങായി മരിച്ച വീട്ടിൽ പോയാലും യാസീൻ, ഖബറിന്റെ ചാരത്ത് പോയാലും യാസീൻ, കല്യാണ വീട്ടിൽ പോയാലും യാസീൻ, ജോലി എന്ത് കാര്യത്തിനും യാസീനാ ഓതുന്നേ. എന്തുകൊണ്ട്? 114 സൂറത്തുണ്ടല്ലോ, എന്തേ ബക്കറ ഓതാത്തെ? എന്റെ സൂറത്തു റഹ്മാൻ ഓതാത്തെ? എത്രയോ സൂറത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു യാസീൻ അത് വെറുതെയല്ല, അത് ഓതുന്നതിന് പ്രതിഫലമുണ്ട്. സൂറത്തു യാസീൻ അത് വെറുതെ ഓതണതല്ല, അത് ഓതുമ്പോ എനിക്കും നിങ്ങൾക്കും എന്തിനാ ഓതണെന്ന് തന്നെ അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ യാസീൻ ഓതിയാൽ, ഒരാൾ യാസീൻ ഓതുമ്പോൾ എന്തിനാണോ അവൻ ഓതുന്നത് അല്ലാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, യാസീൻ ഓതുന്ന സമയത്ത് നിന്റെ മനസ്സിലെ നിയ്യത്ത് എന്താ? പടച്ചവനെ, നല്ല വീട് വേണം, നല്ല കച്ചവടം വേണം, നല്ല ഭാര്യ വേണം, നല്ല മക്കളെ വേണം, നല്ല വാഹനം വേണം. പടച്ചവനെ, എനിക്ക് ഇതിലൂടെ രക്ഷപ്പെടണം. ഒരാൾ യാസീൻ ഓതുന്ന സമയത്ത് എന്ത് നിയ്യത്തിലാണോ അവൻ ഓതുന്നത് അല്ലാഹു അവനത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് യാസീൻ ഓതുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ, ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ പ്രയാസം മാറണോ? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യൂ. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യൂ. യാസീൻ ഓതിയിട്ട് നീ ചെയ്യുന്ന ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, എന്തിനാണ് പള്ളിക്കാട്ടിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാസീൻ ഓതാൻ പറയുന്നത്? സമയമില്ലല്ലോ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയത് എത്ര പേരാ? ഇന്നത്തെ ദിവസം മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ബാക്കിയുള്ളവരുടെ ആരും പള്ളിക്കുഴി പോയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു അവരുടെ ഖബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. സമയമില്ല, അതന്നെ. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുക, ഉസ്താദ് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വാലിക്കും സലാം, ഗേറ്റിന്റെ അവിടെ കഴിഞ്ഞ് ഓടുക, ഓട്ട മത്സരം ഓടുക.
പള്ളിപ്പറമ്പിൽ കിടക്കണ വാപ്പാടെ ഖബർ എവിടെങ്ങാണ്ട അത്ര തന്നെ അതന്നെ അവിടെങ്ങാണ്ടോ. നിനക്ക് പോകാൻ സമയമില്ല, ആ ഖബറിന്റെ ചാരത്ത് പോയിട്ട് പിന്നെ കുൽഹു അല്ലാഹ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലാഹു കാക്കമാറാകട്ടെ. ഇവിടെ പിന്നെ കുൽഹു അല്ലാഹ് ഉള്ളതുകൊണ്ട് ഒറ്റയടിയാ. അത് മാത്രം ഓതിയിട്ട് രക്ഷപ്പെടുന്ന മഹാന്മാരെ നമ്മളിൽ പലരും. എന്നാ കേട്ടോ, എടാ വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയാലേ നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും മരിച്ചുപോയ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം രക്ഷപ്പെട്ടു. അല്ലാഹു അവരുടെ ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഈ സ്ഥലപ്പേരെന്താ ഉസ്താദ്? ഓ, കൊച്ചാല് മൂടില്ലേ? ആ, വഴുതു പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. കേൾക്കാൻ വന്നവർക്കൊക്കെ കാപ്പി കുടി. ചായ കാപ്പി എന്താ? ചുക്കാപ്പിയാ? കടിയില്ലേടാ ചങ്ങായി? അതും കൂടെ കൂടെ ഇൻഷാ അല്ലാഹ്. കുടി. ശരി. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഷൗക്കണ്ണനാണോ ഇരിക്കുന്നത്? ആഹാ, അൽഹംദുലില്ലാ. നിങ്ങൾ പായിപ്പാടുന്ന് ഇവിടെ എങ്ങനെ വന്നപ്പാ? നിങ്ങളുടെ കൂടെ വന്നയാളോടാ? ആ, റഫീഖ് നിങ്ങളുടെ കൂടെ വന്നയാ? ആ, നമ്മുടെ പായിപ്പാടല്ലേ, നമ്മുടെ പള്ളിയുടെ നമ്മളിപ്പോ ചങ്ങ പായിപ്പാട് പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ. അതിന്റെയൊക്കെ പള്ളി പണിയുന്ന കമ്മിറ്റിക്ക് എന്താ പറയാ? പള്ളി പണിയുന്നൊരു കമ്മിറ്റി ഇല്ലേ? നിർമ്മാണ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കണ മഹാൻ. അൽഹംദുലില്ലാ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒടി നടക്കാ പാവ സാധു. അൽഹംദുലില്ലാ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താ പറഞ്ഞ്? യാസീൻ. മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്തിരുന്ന് യാസീൻ ഓതിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് 40 ദിവസം അല്ലാഹു ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ യാസീൻ ഓതിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ടുണ്ടോ? പെങ്ങളെ, ഏതെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നീ വീട്ടിൽ താമസം കയറിയല്ലോ, ആ താമസം കയറുന്നതിന് മുമ്പ് നീ ഖത്തം ഓതിയോ പൊന്നുമോള്? ഒരു യാസീൻ ഓതിയോ പൊന്നുമോള്? പള്ളിയിലെ ഉസ്താദിനെ വിളി ചോദിപ്പിച്ചതല്ല. നീ ഓതിയിട്ടുണ്ടോ പെങ്ങള്? നീ പുതിയ വാഹനം എടുത്തപ്പോ, നീ പുതിയ ജോലിക്ക് വേണ്ടി തീരുമാനിച്ചപ്പോ, ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത് നീ ചിന്തിച്ചു നോക്ക്. നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ടുണ്ടോ പെങ്ങള്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹായം നിനക്ക് വേണോ? ആ സഹായം കിട്ടാനുള്ള എളുപ്പവഴി ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ, അത് നീ പാരായണം ചെയ്യൂ. അതിലൂടെ മുത്തുനബിയുടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 4 കാര്യം പഠിച്ചു. ഇൻഷാ അല്ലാഹ് 5 ഒന്നുകൂടെ പഠിച്ചൂടെ? സമയം എന്തായി? 10:15. ഇൻഷാ അല്ലാഹ് 15 മിനിറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താ അതും കഴിയും. 10:30 നിർത്താന്നല്ലേ? 15 ഇനി സലാത്തും പറഞ്ഞ് ദുആ ചെയ്താൽ തന്നെ 15 മിനിറ്റ് തീരും. അപ്പൊ ഒരെണ്ണം പറയണോ ദുആ ചെയ്യണോ? പറയണോ ദുആ ചെയ്യണോ? ചായ താഴെ വീഴാതൊന്ന് കൈപൊക്കിക്ക്. പറയണോന്നുള്ളവര് പൈസ ചോദിക്കുമ്പോൾ ഈ ആത്മാർത്ഥത കാണിക്കണം. ചിരി എല്ലാണ ഇരുന്ന് ചിരി. ചുമ്മാ വയലിലൊന്നും കാര്യമില്ലപ്പാ. വയലൊക്കെ ഇങ്ങനെ ചുമ്മാ വയല്. പണ്ട് ആർക്കാ പൈസ? പണ്ടൊക്കെ ഉസ്താദെ വയല് കെട്ട്, നിങ്ങളുടെയൊക്കെ പഴയ കാര്യം ചിന്തിച്ചു നോക്കിയേ. വയല് കെട്ട് കഴിഞ്ഞാൽ മയ്യത്തെടുത്തുകൊണ്ട് പോകും സദസ്സിന്ന്. പഴയ കാലത്തൊക്കെ മഹാന്മാരുടെ വയല് കേൾക്കുമ്പോ വയലിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകും. ഇപ്പൊ വയല് പറയണ ഉസ്താദ് ഒന്ന് നിർത്തിയാ മതിയായിരുന്നു, തലവേദന എടുക്കണം. നമ്മളിങ്ങനെ ചിന്തിക്കുക. ഒരു ക്രിസ്ത്യാനിയായ പള്ളിയിലെ അച്ഛൻ, ഒരു കഥയാ. ഒരു പള്ളിയിലെ അച്ഛൻ 30 വർഷക്കാലം ജനങ്ങൾക്ക് ദഅവത്ത് നടത്തി. ഇത്ര പള്ളിയിലെ വികാരിയ നാട്ടുകാരെ മുഴുവനും നന്നാക്കാൻ വേണ്ടി പ്രസംഗം നടത്തി 30 കൊല്ലം. ആ നാട്ടിലാണെങ്കിൽ ഒരു മുതുകുടിയനുണ്ട്, ഓട്ടോ ഡ്രൈവറാ. ഭയങ്കര സ്പീഡാവൻ. കള്ളും കുടിച്ചിട്ടാ ഓട്ടോ ഓടിക്കാറ്. കള്ളുകുടിയനാണ്, പള്ളിയിലൊന്നും വരുത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചേട്ടനാ. അങ്ങനെ കഥ പറയുന്നു, ഇവര് രണ്ടുപേരും നാളെ ദൈവത്തിന്റെ മുന്നിലെത്തി. ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ
പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുക, 30 വർഷം വഴുതു പറഞ്ഞ ആളാ. ഈ കള്ളുകുടിയനോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പൊക്കോളാം, ഓടാ, ഓട്ടോക്കാരനല്ല, നീ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചത്ര, ദൈവമേ, അവൻ ഒന്നാമതേ മുതുകുടിയനായിരുന്നു, അവൻ പള്ളിയിൽ പോലും വരത്തില്ല. ഞാൻ 30 വർഷക്കാലം ജനങ്ങൾക്ക് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തവനെ എന്നെക്കാളും മുമ്പ് ഇവനെ സ്വർഗത്തിൽ വിടുന്നു. അപ്പൊ ദൈവം പറഞ്ഞു അത്ര, നിങ്ങൾ 30 വർഷക്കാലം പ്രസംഗിച്ചപ്പോ എല്ലാവരും ഉറങ്ങുക, ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല. ഇയാള് വഴുതു പറയുന്ന സമയത്ത് എല്ലാവരും ഇരുന്ന് ഉറക്കമൊക്കെ തന്നെ, ആർക്കും ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ല. പക്ഷെ ഇവന് ഞാൻ സ്വർഗത്തിൽ കൊടുക്കാനുള്ള കാരണം, ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയാ ഇറങ്ങുന്നത് വരെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവൻ കള്ളും കുടിച്ചിട്ട് 120 പോണേ, വിളിക്കാതിരിക്കുന്ന എങ്ങനെ? ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഇവൻ പോണ പോക്കണ്ട, പുറകിരിക്കുന്നവൻ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇറങ്ങുന്നത് വരെ വിളിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനാ. അതുകൊണ്ട് അവന് സ്വർഗം. നിങ്ങൾ വഴുതു പറഞ്ഞപ്പോ ഉറക്കമായിരുന്നു. അള്ളാഹു നമ്മളെ ഏത് കൂട്ടത്തിൽ, ആ കൂട്ടത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുപോലെ ആ വഴുതു, ഇപ്പത്തെ വഴുതൊക്കെ അള്ളാഹു ആയാലും പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 5ാമത്തെ കാര്യം, 2 റക്അത്ത് നിസ്കരിച്ചു, അറിവുള്ളവരോട് മുശാവറ ചെയ്തു, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ സദഖ കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം കിട്ടാൻ യാസീൻ ഓതി, ഖുർആൻ ഓതി. ഇനി വേണ്ടത് നിന്റെ വാപ്പാടെയും ഉമ്മാടെയും പൊരുത്തം, മാതാപിതാക്കളുടെ പൊരുത്തം. വീട് വെച്ചപ്പോ ഉമ്മാനോട് ചോദിച്ച എത്ര പേരുണ്ട്? ഒരു പുതിയ വീട് വെച്ചപ്പോ, വണ്ടി എടുത്തപ്പോ, വീടിന്റെ മുന്നിൽ വന്നപ്പോഴാ വാപ്പ അറിയണത് പുതിയ കാറെടുത്തെന്ന്. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാ അറിയണത്, മാതാപിതാക്കൾ അറിയുന്നത് തുടങ്ങിയെന്ന്. എന്നാൽ എത്ര പേര് ചോദിച്ചു? വാപ്പയോടും ഉമ്മയോടും പൊരുത്തം ചോദിച്ച എത്ര പേരാണ്? മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചവർ എത്ര പേരാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പൊന്നു പെങ്ങളെ, മാതാപിതാക്കളുടെ അനുവാദം വേണ്ടേ? അവരുടെ ദുആ നിനക്ക് വേണ്ടേ? എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ എടാ, നിനക്ക് പണമുണ്ടായത് എവിടെ നിന്നാടോ? നിനക്ക് ഈ ആരോഗ്യമുണ്ടായത് എവിടെ നിന്നാട്? ഇതെല്ലാം നിന്റെ മാതാപിതാക്കൾ തന്നതല്ലോ. അവര് പട്ടിണി കിടന്നിട്ടല്ലേടാ നിനക്ക് ഭക്ഷണം തന്നത്. അവരുടെ സമ്പാദ്യത്തിന്റെ മുകളിലല്ലേ നീ തിന്നുകൊഴുത്ത് നടന്നത്. ഈ പണമുണ്ടാകാൻ കാരണം നിന്റെ ഉമ്മയുടെ ദുആയായിരുന്നല്ലോ, നിന്റെ വാപ്പയുടെ പ്രാർത്ഥനയായിരുന്നല്ലോ. പക്ഷേ നിനക്കിന്നൊരു പുതിയ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞപ്പോ, ഒരൽപ്പം പുത്തം പണം നിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോ, വാപ്പയെ നിനക്ക് വേണ്ട, ഉമ്മയെ നിനക്ക് വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമ്മയോട് ചോദിക്കാത്തവരുണ്ട്, ഉമ്മയോട് പറയാത്തവരുണ്ട്, മാതാപിതാക്കളോട് അനുവാദം ചോദിക്കാത്തവരുണ്ട്. അത് നിസ്സാര തെറ്റാണെന്ന് നീ കരുതരുത്. അല്ലാ, എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞു തരാ. നിങ്ങളൊക്കെ നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യമാണ്. അതാ മാതാപിതാക്കൾ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. എല്ലാം ഭാര്യയോട് പറയും, ഉമ്മയോട് പറയാറില്ല, ഉമ്മയോടൊന്നും ചർച്ച ചെയ്യാറില്ല. നീ വീടിന്റെ കിടപ്പറയിൽ നിന്റെ ഭാര്യയുമായി ചർച്ച ചെയ്യുന്നത് ഉമ്മ കേട്ടാലായില്ലെങ്കിലില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ, മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ. അതാ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നീ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല നബിയേ. അൽഖമ റളിയല്ലാഹു തആല അൻഹു സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. എല്ലാവരും അടുത്ത് ചെന്ന് നിന്നിട്ട് അൽഖമയോട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽക്കമയുടെ നാക്ക് പൊങ്ങുന്നില്ല, അൽക്കമയ്ക്ക് പറയാ കഴിയുന്നില്ല. സ്വഹാബികളുടെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുമ്പോ പ്രവാചകൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ,
അൽക്കമ 5 നേരവും നമസ്കരിക്കുമോ സഹാബ? നാക്കു പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? അൽക്കമ 5 നേരം നിസ്കരിക്കുമോ സഹാബ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽക്കമ 5 നേരവും നിസ്കരിക്കുന്ന സഹാബിയാ. ഒന്നാമത്തെ ചോദ്യം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം 5 നേരം നിസ്കരിക്കുമോ? നിസ്കരിക്കും നബിയെ. 2, ഉമ്മയുമായിട്ടെങ്ങനെയാ? ഉമ്മയുമായിട്ടെങ്ങനെയാ? സഹാബികൾ പറഞ്ഞു, നബിയെ, അൽക്കമയ്ക്ക് ഉമ്മാനെ വല്ലാത്ത സ്നേഹവാ, ഉമ്മയോട് വല്ലാത്ത സ്നേഹം, ഉമ്മാനെ പൊന്നുപോലെ നോക്കാറുണ്ട്. പക്ഷെ ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് നബിയെ. ഉമ്മയ്ക്ക് ആകെ ഒരേ ഒരു പരാതിയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞ പരാതി എന്തെന്നറിയോ? നബിയേ, അൽക്കമ എന്തുണ്ടെങ്കിലും ആദ്യം ഭാര്യ എടുത്ത് പറയും, പിന്നെ എന്നോട് പറയാറുള്ളൂ. അൽക്കമ റളിയല്ലാഹു തആല അൻഹു എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോട്, അത് കഴിഞ്ഞിട്ട് വന്ന് ഉമ്മാനോട് പറയും. ഇത്രേ പ്രശ്നമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാനെ വിളിച്ചു. എന്തേ ഉമ്മ? അൽക്കമയെ കുറിച്ച്. നബിയേ, ഓൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയതാ നബിയെ. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ. എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ. എല്ലാം ഓളോട് പറയും, എന്നിട്ട് എന്നോട് പറയാറുള്ളൂ. അങ്ങനല്ലല്ലോ നബിയെ, ഞാനല്ലേ അവന്റെ ഉമ്മ, ഞാനല്ലേ അവനെ കഷ്ടപ്പെട്ടു വളർത്തിയത്, എന്നോടല്ലേ അവൻ ആദ്യം പറയേണ്ടത്? പറയാറില്ല നബിയെ. അവൻ ആദ്യം അവന്റെ ഭാര്യയോട് പറയും, പിന്നെയേ എന്റെ അടുക്കൽ വന്ന് പറയാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് മനസ്സിന് വല്ലാത്ത വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല, ഒന്ന് പൊരുത്തപ്പെട്. ഇല്ല നബിയെ, ഇല്ല നബിയെ. ചരിത്രം പറയുന്നു, അവസാനം ആ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തതിന് ശേഷമാണ് അൽക്കമ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, ഉമ്മയെ അനാഥാലയത്തിൽ കൊണ്ട് തെള്ളിക്കിട്ടതിന്റെ പേരിലല്ല, ഭാര്യയെക്കാൾ ഉമ്മയെക്കാൾ സ്നേഹം ഭാര്യയോടായി പോയി. ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുമ്പോ, ഈ നെളിഞ്ഞിരിക്കുന്ന ഭർത്താവെ, നീ ആദ്യം ആരോടാ പറഞ്ഞേ? നീ ആദ്യം ആരോടാ പറഞ്ഞേ? നിന്റെ പെണ്ണും പിള്ളയെടുത്ത് മുഴുവനും ചർച്ച ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർവ്വതും നഷ്ടപ്പെട്ട് വീട്ടിൽ കയറി ചെന്നു, ഒരു ബിസിനസ് തുടങ്ങി. ഉമ്മാനോടും ബാപ്പാനോടൊന്നും പറഞ്ഞില്ല, എല്ലാം നഷ്ടപ്പെട്ട് വീടിന്റെ അകത്ത് പോയപ്പോ പെണ്ണുംപിള്ള പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. നിങ്ങൾ നല്ലതുപോലെ കേക്ക്. നിങ്ങൾ ഭാര്യമാർ വീടിന്റെ അകത്ത് നഷ്ടപ്പെട്ട് കടത്തിലായി പോയിരിക്കുമ്പോ അവള് പറയും, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ പണിക്കിറങ്ങണ്ടാന്ന്, നിങ്ങൾ കേട്ടില്ല. അവസാനം പെണ്ണുംപിള്ള സമാധാനം തരാതെ വന്നപ്പോ വീടിന്റെ വരാന്തയെ വന്നിരിക്കുമ്പോ ഉമ്മ ചോദിക്ക, എന്തേ മോനെ സിറാജെ, ഉമ്മ എല്ലാം പോയി, പോട്ടടാ, അല്ല ഉണ്ടല്ലോടാ മോനെ. അപ്പോഴും ഉമ്മ പരാതിയല്ല, ദുആ ചെയ്യാ. സർവ്വതും നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഉമ്മ നമ്മളെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് നമ്മളെ സമാധാനിപ്പിക്കുകയാ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നല്ല മക്കൾ അങ്ങനെ, നല്ല മക്കൾ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കച്ചവടത്തിന് പോകുമ്പോ ഉമ്മാന്റെ അടുക്ക പോകും. എന്റെ എനിക്കറിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, വൈകുന്നേരം കടയടച്ചിട്ട് വന്നാൽ താക്കോല് കൊണ്ടുപോയി ഉമ്മയുടെ തലമാട്ടിൽ വെക്കും. രോഗിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാത്ത ഉമ്മയാണെങ്കിലും കടയുടെ താക്കോല് കൊണ്ടുപോയിട്ട് ഉമ്മാടെ തലകണിക്കടിയിൽ വെക്കും. രാവിലെ എഴുന്നേറ്റിട്ട് അൽഹംദുലില്ലാഹ് ഒരുങ്ങി വന്നിട്ട് ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്ത ആ താക്കോൽ എടുത്തുകൊണ്ട് പോകുന്ന എത്രയോ മക്കൾ. അവരൊക്കെ ഇന്നും കോടീശ്വരന്മാരാ. നിനക്കൊന്നും അവന്റെയൊക്കെ സമ്പത്ത് അളക്കാൻ പോലും അവർക്ക് പോലും അറിയില്ല എത്ര കോടിയുണ്ടെന്ന്. എന്തുകൊണ്ട് അവർ ഈ കോടിപതികളാകാനുള്ള കാരണം അവരുടെ ഉമ്മാന്റെ ദുആ. നിനക്കൊരു പെട്ടിക്കടയാവുള്ളേ, നീ പെണ്ണും പിള്ളയുടെ തലകണിക്കടിയിലാ വെക്കുന്നത്. എങ്ങനെ നീ രക്ഷപ്പെടും? എങ്ങനെ രക്ഷപ്പെടും? പെണ്ണെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. നീയും അങ്ങനെ തന്നെ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഒരു പണക്കാരനായി കെട്ടിയവനെ കിട്ടിയപ്പോ പെറ്റതള്ളയൊക്കെ പോയി.
പാപ്പായി ഉമ്മായൊക്കെ എവിടെ കിടക്കണെന്ന് പോലും നിനക്കറിയത്തില്ല. നിനക്കിപ്പം CSE റൂമിനകത്ത് കിടന്നാലേ ഉറക്കം വരൂ. ആ പാവങ്ങളെ നിനക്ക് ചിന്തയില്ലല്ലോ. വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ മക്കൾ. എങ്ങനെ അള്ള നിന്നെ രക്ഷപ്പെടുത്തും? എങ്ങനെ അള്ള നിനക്കൊരു നല്ല ജീവിതം തരും? നീ പെറ്റ തള്ളയെ മറന്നവളല്ലേ? ജന്മം നൽകിയ പിതാവിനെ വേദനിപ്പിച്ചവളല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാ നിനക്കൊക്കെ 5ഉം 10ഉം 15ഉം പവൻ സ്വർണം തന്ന് നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ട നിന്റെ വാപ്പ എത്ര വേദനിച്ചിട്ടുണ്ടാകും ഉമ്മ. നീ മറന്നുപോയി. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി ഒരു ഫാത്തിഹ പോലും ഓതി ദുആ ചെയ്യാൻ നിനക്കിന്ന് സമയമില്ല. നാളെ നിന്റെ മക്കള് തിരിച്ചു ചെയ്യുന്നൊരു കാലം വരും. നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും കരഞ്ഞതിന്റെ 100 ഇരട്ടി നീയൊക്കെ നിലവിളിക്കുന്ന ഒരു ദിവസം. എന്നിട്ട് ഈ ലോകത്ത് നിന്ന് പോകൂ, അല്ലാതൊന്നും പോകൂല. അല്ലാതെ ഒന്നും നിങ്ങൾ പോകണ്ടില്ല. ഒരിക്കലും നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ചെയ്തതിനുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിച്ചിട്ടുണ്ടോ? വല്ലാഹി സത്യം, നീ എത്ര വലിയ കുത്തുബുൽ അഖ്താബാണെങ്കിലും താടിയും എവിടെയൊക്കെ തഴമുണ്ടെങ്കിലും നിന്നെ അള്ളാഹു നേരെ ചുവവിടത്തില്ല. ഉപ്പാനെ ഉമ്മാന്റെയും മനസ്സ് നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം ഈ ദുനിയാവിൽ വെച്ച് കിടന്ന് വിളിച്ചിട്ട് നീ പോകൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് എത്ര തൗബ ചെയ്താലും എത്ര വിളിച്ചാലും, നീ എത്ര വലിയ ആലിം ഹാഫിളോ ആലിമോ, ഇനി എത്ര വലിയ വലിയായാലും ചരിത്രങ്ങൾ അതാ സാക്ഷി. ചരിത്രങ്ങൾ നിങ്ങളെടുത്ത് ഉമ്മാന്റെ ഒരു വാക്കുമതി സഹോദര, ഒരൊറ്റ വാക്ക്. ഉമ്മ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരൊറ്റ വാക്കുമതി. നിങ്ങൾ ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. സാധാരണ ആളല്ല ജുറൈജ്. 24 മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരൻ. ഉമ്മാടെ കൂടെ വീട്ടിൽ നിന്നാൽ ഇബാദത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ഉമ്മാടെ അടുക്കൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് റൂം കെട്ടിയിട്ട് റൂമിന്റെ അകത്ത് നിന്ന് നിസ്കാരവാ ജുറൈജ്. അപ്പൊ ഉമ്മായിക്ക് തോന്നി മകനെ ഒന്ന് കാണണം, മകനെ കാണണം. ഉമ്മ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാ. ജുറൈജ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ പുറത്തു പോയി നിന്നിട്ട് വിളിക്കണു, ജുറൈജ് ഉമ്മാടെ വില അറിയോടാ ചങ്ങായി നിനക്ക്? ഉമ്മാടെ വില നിനക്കറിയുമോ? നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, നീ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ, ആ സമയത്ത് നിന്റെ ഉമ്മ വന്നിട്ട്, മോനെ സിറാജ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നീ നമസ്കരിച്ചുകൊണ്ടിരിക്കുക അല്ലാഹുവിന്റെ മുന്നില്, അല്ലാഹുവിന്റെ മുന്നിൽ നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫർളല്ല സുന്നത്ത്, സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ച എന്ത് ചെയ്യണം? പറഞ്ഞാതി എന്ത് ചെയ്യണം? പറ എന്ത് ചെയ്യണം? കൈ അടിച്ചിട്ട് എന്റെ ഉമ്മാന്ന് ചോദിക്കാറുണ്ടോ ഞാനോ നിങ്ങളോ? വാപ്പായോ ഉമ്മായോ വിളിച്ചു കഴിഞ്ഞ കെട്ടിയിരിക്കണ കൈ അപ്പ അഴിക്കണം. അപ്പ ചോദിക്കണ എന്തേ ഉമ്മാന്ന്. ഇതാണ് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അതാ നിന്റെ ഉമ്മ, അതാ നിന്റെ വാപ്പ. വാപ്പയും ഉമ്മയും വിളിച്ച അപ്പം കൈയഴിക്കണം. ഇവിടെ കൈ പോയിട്ട് ഉമ്മയുടെ തലയ്ക്കടിച്ചില്ലെങ്കിൽ കൊള്ളാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ത് കിളവി കടന്ന് വിളിക്കണെന്ന് ചോദിക്കും. നമ്മള് നമ്മുടെ വാപ്പായും ഉമ്മായ കടന്ന് വിളിച്ചാ ചോദിക്കും, എന്താ ഇവിടെ ആരെങ്കിലും ചാകാൻ കിടക്കുന്നു, അങ്ങനെ കടന്ന് വിളിക്കണെന്താന്ന്. നാളെ നിന്റെ മക്കൾ അതുപോലെ തന്നെ ചോദിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു വിചാരിച്ചു, അള്ളാഹ് ഞാൻ നിസ്കരിക്കല്ലേ, നിസ്കാരം കഴിഞ്ഞിട്ട് എന്തേന്ന് ചോദിക്കാം. പോയി ഉമ്മ ഇറങ്ങി ഒറ്റ പോക്ക്. പിന്നെയും രണ്ടാമതും വന്നു. ഉമ്മ വിളിച്ചു, മോനെ ജുറൈജ്. അപ്പോഴും നിസ്കാരത്തിൽ തന്നെ ഉമ്മ തിരിച്ചുപോയി. മൂന്നാമതും ഉമ്മ വന്നു, മോനെ ജുറൈജ്. നിസ്കാരത്തില. ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. ഒരൊറ്റ പാക്ക്. ജുറൈജ് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഉമ്മ വീടിന്റെ പുറത്തു വന്നിന്ന് വിളിച്ചു, മോനെ ജുറൈജ്. അല്ലാഹുവേ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മയാണ് വെളിയിൽ വന്ന് മൂന്നാമതാണ് വിളിക്കുന്നത്. ജുറൈജ് തങ്ങള് അവിടുന്ന് വിളിക്കുത്തരം നൽകിയില്ല, അവിടുന്ന് വിളിക്കുത്തരം നൽകിയില്ല. പടച്ചവനെ, ഉമ്മാടെ മനസ്സ് വേദനിച്ചു. എന്തൊരു നമസ്കാരമാണ്, ഇവൻ എന്ത് ചെയ്യുകയാണ്? ഉമ്മ പറഞ്ഞു, അല്ലാ, ഇവനെ നീ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. ഒറ്റ
വാക്കേ പറഞ്ഞുള്ളൂ, ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഇവനെ നീ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ജുറൈജ് തങ്ങളൊന്നും അറിയുന്നില്ല, നമസ്കാരത്തിലാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. പടച്ചവനെ, ജുറൈജിനെ നാട്ടുകാര് മുഴുവനും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എല്ലാവരും കൂടെ ഒരു വീട് പണിതു കൊടുത്തു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ അകത്താണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആ നാട്ടിലെ ഒരു സൗന്ദര്യവതിയായ പെണ്ണുണ്ടല്ലോ, ചെറുപ്പക്കാരനും ആ പെണ്ണിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ്. അത്രയും വലിയ ഗ്ലാമറുള്ള പെണ്ണാണ് ഈ പെണ്ണതാ ജുറൈജിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. എന്ത് ചെയ്തിട്ടും ജുറൈജ് അവിടുന്ന് ഈ പെണ്ണുമായി ശാരീരിക ബന്ധപ്പെടാൻ തയ്യാറാകുന്നില്ല. ജുറൈജ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉടുതുണി ഉരിഞ്ഞിട്ട് നിൽക്കുകയാ. ജുറൈജിന് അല്ലാഹുവിനെ പേടിയാ. ജുറൈജ് പടച്ചറപ്പിനെ പേടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനാ. അവസാനം ഈ പെണ്ണവന്റെ മുന്നിൽ തോറ്റുപോയി ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ, പെണ്ണിറങ്ങി പോകുന്നത് നാട്ടുകാര് പലരും കാണുകയാ. പെണ്ണ് പറയാൻ തുടങ്ങി, ഞാൻ ജുറൈജുമായി ശാരീരികമായി ബന്ധപ്പെട്ടു, അല്ലാഹുവേ ഗർഭിണിയാവുകയാണ്. പെണ്ണെല്ലാവരോടും പറഞ്ഞ് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. അവസാനം ആ പെണ്ണ് 9.5 മാസക്കാലം കഴിഞ്ഞ് പ്രസവിച്ചു. ചോര കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. കുഞ്ഞിനെ കൊണ്ടുവരികയാ. നാട്ടുകാരോട് മുഴുവനും പറഞ്ഞ്, ഇവനാണ് വാപ്പ, ഈ കുഞ്ഞിന്റെ പിതാവ് ജുറൈജാണ്. കേൾക്കേണ്ട താമസമുണ്ടല്ലോ. പലരും പറഞ്ഞു, ഇവൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, പിന്നെ പറയേണ്ടതില്ലല്ലോ. നാട്ടുകാര് തന്നെ വീട് മുഴുവനും തല്ലിപ്പൊളിക്കുകയാണ്. ജുറൈജിനെ പിടിച്ച് തല്ലുകയാണ്. നീ കള്ളനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാ. നാട്ടുകാരുടെ മുന്നിൽ വ്യഭിചാരി, നാട്ടുകാരുടെ മുന്നിൽ പെണ്ണുപിടിയനായി. ഉമ്മാടെ ദുആയല്ലേ, ഉമ്മ പറഞ്ഞ വാക്കല്ലേ. അവസാനം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് കിടന്നപ്പോ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാ, എനിക്കൊരൽപ്പം സമയം തരുമോ? ഞാൻ തന്നെ തെളിയിച്ചു തരാം. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാ. എന്നിട്ട് പടച്ചവനെ 2 റക്അത്ത് നമസ്കരിച്ചു. സുജൂദിൽ കിടക്കുമ്പോഴാണ് ജുറൈജ് തങ്ങൾ കാര്യമറിയുന്നത് ഉമ്മാടെ ദുആയാ. സുജൂദിൽ കിടക്കുമ്പോഴാണ് ഉമ്മയുടെ പ്രാർത്ഥനയാണെന്ന് ജുറൈജ് അറിയുന്നത്. കണ്ണ് നിറയുകയാ. സുജൂദിൽ കിടന്ന് കരയുകയാ. അപ്പോഴാണ് ഉമ്മയുടെ ദുആ അറിയുന്നത്. ജുറൈജ് അവസാനം പറഞ്ഞു, അല്ലാ, എന്നെ നീ സഹായിക്കണേ അല്ലാ. ജനങ്ങൾ മുഴുവനും ചോര കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ജുറൈജ് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവാ, ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവാ. ജനങ്ങൾ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതാ ജുറൈജ് തങ്ങൾ ഈ വിരലെടുത്തു, കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് വിളിക്കുന്നു, യാ പുനയ്യാ, ഈ പൊന്നുമോനെ, നിന്റെ വാപ്പയാരാടാ? പറയടാ ഇവരോട്. ചോര കുഞ്ഞിനോട്, പാല് കുടിക്കുന്ന കുഞ്ഞിനോട്, സംസാരിക്കാത്ത കുഞ്ഞിനോട് ജുറൈജ് ചോദിക്കുകയാ, പറയടാ നിന്റെ വാപ്പയാരാ? ജനങ്ങൾ ചോദിക്കുന്നു, ജുറൈജ് നിനക്ക് ഭ്രാന്താണോടാ? ഈ പൊടിക്കുന്ന സംസാരിക്കുമോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുമോ? ജുറൈജ് പറഞ്ഞു മിണ്ടാതെ ഇരിക്കാൻ. രണ്ടാമതും ചോദിച്ചു, മോനെ പറയടാ നിന്റെ വാപ്പയാരാ? ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജല്ല, ഈ മലഞ്ചെരിവിലെ ഒരു ആട്ടിടയനാ.
പാല് കുടിക്കണ കുഞ്ഞു വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജല്ല, ഒരാട്ടിടയനാ. കുഞ്ഞു പോലും സംസാരിച്ചു എന്ന് ചരിത്രം പറയുകയാ. പക്ഷേ ആ സഹാബി ഇത്രയും നാണം കെടാനുള്ള കാരണം നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ ഉമ്മ വിളിച്ചപ്പോ ഉത്തരം നൽകിയില്ല. ഇത്രയേ ഉള്ളൂ. നമ്മളോ പെണ്ണും പിള്ളയുടെ മടി കിടക്കുമ്പോ വിളിച്ചിട്ടാ കേൾക്കാത്തത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് തരണോ, നിനക്ക് രക്ഷപ്പെടണോ, ഉമ്മാനോടും ഉപ്പാനോടും നീ പോയി അനുവാദം ചോദിക്ക്. അവരോട് നീ പറ, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്ക്. മരിച്ചവരാണോ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ കാലിന്റെ ചെരുപ്പടി ശബ്ദം പോലും കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാലിലിട്ടിരിക്കണ ചെരുപ്പ് ഖബറാളിയുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് നടന്നു പോകുന്ന ശബ്ദം ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ കേൾക്കണല്ലേ. പിന്നെന്താ, നിന്റെ വാപ്പാടെ അടുത്ത് പോയിട്ട്, വാപ്പ ഒരു പുതിയ വീട് പണിയാൻ തുടങ്ങുന്നു, കച്ചവടം തുടങ്ങാൻ പോകുന്നു, വണ്ടി എടുക്കാൻ തുടങ്ങുന്നു, വസ്തു വാങ്ങാൻ തുടങ്ങുന്നു, വാപ്പച്ചി ദുആ ചെയ്യണേ, ഉമ്മച്ചി ദുആ ചെയ്യണേ എന്ന് പറയാൻ നിനക്ക് മടിയെന്ത്? പോയി പറ. അള്ളാഹു നിനക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറഞ്ഞ 5 കാര്യവും ഈ സദസ്സിലിരിക്കുന്ന പലരും ചെയ്തിട്ടില്ല. ആ ചെയ്യാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്റെ പൊന്നാര സിറാജ് ഉസ്താദെ, നിങ്ങൾ പറഞ്ഞ 5 കാര്യവും ഞാൻ ചെയ്തില്ല, ഇനി ചെയ്യാൻ പറ്റത്തുമില്ല, ഇനി എന്ത് ചെയ്യാൻ? ഇതൊരു വലിയ ചോദ്യമാ അല്ലേ? എന്തായാലും ഈ പറഞ്ഞ 5 കാര്യവും ചെയ്തില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ബിസിനസ് തുടങ്ങി, പെണ്ണ് കെട്ടി, വീട് വെച്ചു, വാഹനമെടുത്തു, പല സ്ഥലങ്ങളിലും ബിസിനസ്സും വാടകയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ബർക്കത്തില്ല. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 3 കാര്യം ചെയ്താൽ മതി, പരിഹാരമുണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രക്ഷപ്പെടണോ? രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? 3 എളുപ്പ വഴി പറഞ്ഞു തരാം. ഇത് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യും. അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. എഴുന്നേക്ക്, എഴുന്നേക്ക്. വാ, കസേര എടുത്തോണ്ട് ഫ്രണ്ടിലോട്ട് വാ. കസേര എടുത്തോണ്ട് ഫ്രണ്ടിലോട്ട് വാ. ഗോ കൊറോണ. വാ, ഇനി ഫ്രണ്ടി വന്നിരി. വാരി കൊടുക്കാൻ പോവാ. പെട്ടെന്ന് വാ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് വാ. ഇൻഷാ അല്ലാഹ്. ഷൗക്കൻ അവിടെ ഇരുന്നോപ്പോ. ബക്കറ്റാ, ഓടി ഓടി വാ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഒന്ന് പോക്കറ്റ് കൈയിട്ടേപ്പാ. വെച്ചത് അവിടെ ഉണ്ടോ നോക്ക്. വെച്ചതുണ്ടോ നോക്ക്. പോക്കറ്റ് കൈ ഇടൂല, ഇടൂല. ഈ ചങ്ങാതി ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ തലയുടെ മുകളിൽ നോക്ക്. മുകളിലോട്ടോ, എന്റെ മുഖത്തല്ല, മുകളിലോട്ട് നോക്ക്. നോക്ക് മനുഷ്യ, വല്ലതും കാണുന്നുണ്ടോ? ഈ ചങ്ങാതി നിന്റെ മുന്നിൽ വരുമ്പോ നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ജനിച്ച കാലം മുതൽ മരിക്കണ കാലം വരെ പാവം ചെയ്യാത്ത മലക്ക. നീ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും എടുത്തിട്ട് ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഉള്ളതിൽ പങ്ക് സിറാജ് കൊടുത്തു പടച്ചവനെ, നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഒറ്റ ദുആയ. ഞാൻ ഇങ്ങനെ ഇരിക്കാം, ബക്കറ്റുകാരൻ വരുന്നു പോകുന്നുണ്ട്, മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്ക് കൊടുത്തില്ല റബ്ബേ. അല്ലാഹ് ഉണ്ടായിട്ടും ഇവൻ കൊടുത്തില്ല, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാ. പിന്നെ നിന്റെ കാര്യം തീരുമാനമാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മലക്ക് ദുആ ചെയ്യുമ്പോ നിനക്ക് അനുകൂലമാക്കണോ എതിരാക്കണോ നിങ്ങൾ തീരുമാനിക്കും. ബിസ്മില്ലാ. എല്ലാരും ഒന്ന് കൈയിട്ടോ. ഉള്ളതി പങ്ക് കൊടുത്തിട്ട് രക്ഷപ്പെട്. ഇല്ലെങ്കിൽ വെറുതെ എത്തിങ്കാനരാകും. എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണം? ഉള്ളതിൽ പങ്ക് കൂട്. ഇല്ലെങ്കിൽ നെഞ്ചും വിരിച്ചിരി വരുന്നിടത്ത് വെച്ച് കാണാം. മതകളെ ആന വന്നാലും ഞാൻ നെഞ്ചും വിരിച്ച് നിൽക്കും. നീ നിൽക്കും, നിന്ന് നോക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അവിടെ ഇരിക്കുപ്പാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇരിക്കറോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സദക്ക കൊടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴി 3 പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഒറ്റ ഒരു വഴി പറയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ,
ഇനിയെങ്കിലും നിനക്ക് ബർക്കത്ത് വേണോ, സമാധാനം വേണോ, അല്ലാഹു നിനക്കൊരു സന്തോഷമുള്ള ജീവിതം തരണോ, അതിന് ചെയ്യേണ്ട വഴി എന്തെന്നറിയുമോ? അതാ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർക്കതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, എടാ നിനക്ക് ബർക്കത്ത് വേണോ സഹോദരാ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്ത് വേണോ, നിനക്ക് സമാധാനം വേണോ, നിനക്ക് നല്ല ഒരു ജീവിതം വേണോ, എന്റെ പെങ്ങളെ, ഇനിയെങ്കിലും ഈ വയസ്സാം കാലത്തെങ്കിലും മക്കളവരെ കെട്ടിച്ച് കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, യാ ബുനയ്യ, യാ ബുനയ്യ, മോനെ അനസ് ഇബ്നു മാലിക്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? ഇത് നിസാരമായി തള്ളിക്കളയരുത്, ഇത് നിസാരമായി തള്ളിക്കളയരുത്. നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ, നീ നിന്റെ ഭവനത്തിലേക്ക് ചെന്നാൽ, നീ നിന്റെ കടയിലേക്ക് ചെന്നാൽ, നീ നിന്റെ വീട്ടിലേക്ക് പോയാൽ, നീ നിന്റെ വാഹനത്തിനകത്ത് കയറിയാൽ, നീ നിന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് ചെന്നാ നീ എന്തു ചെയ്യണമെന്നറിയുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നീ സലാം പറയട്, അല്ലാഹു നിന്റെ ഭവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പറ, എന്ത് ചെയ്യണം? പറയാറുണ്ടോ? പറയാൻ എന്ത് സ്ഥലമില്ല. സുബ്ഹാനല്ലാഹ്. ഇന്ന് ക്ലാസ് എങ്ങാനും കഴിഞ്ഞ് 10:45 വീട്ടിൽ പോയി ആമിനാത്ത ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി വരിക. വാതിൽ തുറന്ന ഉടനെ ഭർത്താവ് പറയുകയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവള് വിചാരിക്കും ചെയ്താൻ അങ്ങാണ്ട കൂടിയെന്ന്. കാരണം കെട്ടിയതിന് ശേഷം ആദ്യമായിട്ടാ പറയണേ. ആമിനാത്ത ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞു പോയി, മച്ച പിന്നെ അവിടെ വയല് കേട്ടോണ്ടിരിക്കുക, അവിടെ വലിയ വയല്. നീ വീട്ടിൽ ചെന്നിട്ട് സലാം പറഞ്ഞ അങ്ങാരി വിചാരിക്കും ഇപ്പോഴാണെങ്കിൽ ഉസ്താന്റെ അടുക്ക കൊണ്ടുപോയ ഒരു ചരട് ഒതുക്കെട്ടി രക്ഷപ്പെടും. രാവിലെ ആയാ പോയി. കാരണം എന്തേ? ഇന്ന് വരെ സലാം പറഞ്ഞിട്ടില്ല. നിനക്ക് അള്ള കുഴച്ചു വെച്ച് തരും, വീട്ടിൽ ചെന്നാ മതി. അള്ളാഹ്ക്ക് വണ്ടി കൊടുവല്ലേ പടച്ചവൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? എങ്ങനെ പറയണം? നീ പണയും എങ്ങനെ? അസ്സലാമു അലൈക്കും. നിന്നെക്കാരും വലിയ പിച്ചിക്കാരി ലോകത്തുണ്ടോടാ ചങ്ങായി? അസ്സലാമു അലൈക്കും. ആർക്ക് വേണം നിന്റെ അസ്സലാമു അലൈക്കും? എടാ പറയുകയാണ് ചങ്ങാതി, നേരെ ജുബ പറ. സലാം 3 രീതിയിലുണ്ട്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിലെ ഏത് വേണം? മൂന്നാമത്തെ സലാം. ഇതിലെ മൂന്നാമത്തെ സലാം പരിപൂർണമായിട്ട് ഒന്ന് പറഞ്ഞേ. ഇത് പഠിക്കണം, അല്ലാതെ അസ്സലാമു അലൈക്കും ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. അസ്സലാമു അലൈക്കായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരോട് പറയണം? ആരോട് പറയണം? നിന്റെ ആമിനായോട് പറയണം. കെട്ടിയ പെണ്ണുമ്പിള്ളയും മക്കളും വീട്ടിൽ ഉണ്ടല്ലോ, വീട്ടിൽ ചെല്ലുമ്പോ സലാം അങ്ങോട്ട് പറ. അള്ളാന്റെ റസൂലാ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, നീ സലാം പറ, അള്ളാഹു നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്ത് ചെയ്യും. കുടിയനാണെങ്കിൽ ആമിന, മറ്റടുത്ത് പറഞ്ഞോണം സലാം. ആരാണെങ്കിലും നിന്റെ മക്കളോടാകട്ടെ, നിന്റെ കുടുംബത്താരൊക്കെ നീ സലാം പറ. ഇനി നിന്റെ വീട്ടിൽ ആരുമില്ല, നിന്റെ വീട്ടിൽ ആരുമില്ല, വീട് പൂട്ടിയിട്ടിരിക്കാം, പോകുമ്പോ എന്ത് ചെയ്യണം? സലാം പറയണം. എങ്ങനെ? വീട് പൂട്ടിയിട്ടിരിക്കുകയാ, നിന്റെ കട പൂട്ടിയിട്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വീട്ടിൽ ആരുമില്ല എങ്കിലും നീ പറയണം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നീ സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാവിലെ കട തുറക്കാൻ പോകുമ്പോ നീ എന്ത് പറയണം? കട തുറക്കുമ്പോഴും പറയണം സലാം. കാരണം അള്ളാന്റെ മലക്കുകളുണ്ട്, അള്ളാഹുടെ മലക്കുകളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അവർ സലാം അടക്കും. ഒന്നുമില്ലെങ്കിലും 2 മലക്കുകൾ തോളി കയറി ഇരിക്കുന്നെന്ന് മദ്രസയെ പഠിച്ചവനല്ലേടാ ചങ്ങാതി. 2 മലക്കുകൾ. റക്കീബ് എത്തിയത് ആരപ്പാ? റക്കീബ് എത്തിയതല്ലേ? അത് മുൻകർ നക്കീറ. റക്കീബ് എത്തിയത് 2 മലക്കുകൾ ചുമലി കയറി ഇരിക്കണില്ലേ? അവരെങ്കിലും മടക്കിക്കോളും. അള്ളാഹു നിനക്ക് ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കുമ്പോ എന്തിനാ അസ്സലാമു അലൈക്കും? അടുത്തിരിക്കണം മുക്രിയോടെ സലാം പറയണേ.
നിസ്കരിക്കുന്ന സമയത്ത് ആരോടാ നീ സലാം പറയണേ? അസ്സലാമു അലൈക്കും. ആരോട്? മലക്കിനോട്. എന്തിനാ നീ പിടിക്കണേ? അപ്പൊ നീ വീട്ടിൽ കയറുമ്പോ, വാഹനത്തിൽ കയറുമ്പോ ആരുണ്ടോ ഇല്ലേ നീ നോക്കണ്ട, നീ സലാം പറ. അള്ളാഹു നിനക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഔലന്നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാ. ആരാണോ ആദ്യം സലാം പറയുന്നത് അവൻ പറയട്ടെ, അവള് പറയട്ടെ, അല്ല നീ പറ. ആരെങ്കിലും പറയട്ടെ എന്നല്ല, നീ പറ. നീ സലാം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിലേക്ക് നീ ഏറ്റവും അടുത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സലാം അവൻ പറയട്ടെ എന്ന് നീ കരുതരുത്, നീ പറയണം. നിനക്ക് ആവശ്യമുണ്ടോ? എന്റെ അർത്ഥം അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. നീ അങ്ങോട്ട് പറ. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും. ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭാര്യ ഭർത്താവിനോടും സലാം പറയാറില്ല, ഭർത്താവ് ഭാര്യയോടും പറയാറില്ല. തമ്മി തല്ലാൻ സമയമില്ല, പിന്നെ ഇപ്പൊ സലാം പറയുക. കീരിയും പാമ്പിനെ പോരാ കണ്ടു കഴിഞ്ഞ പിന്നെ എങ്ങനെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും? അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ബറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? തെങ്ങിന്റെ മുകളിൽ കയറണം. എന്താ? ഉറക്കപ്പറ. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമായണം വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാന്ന് വെച്ചപ്പോ മറ്റേ പറഞ്ഞ മറുപടി ആവരുതല്ലോ. പറ, എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബറക്കത്തുണ്ടാകാനുള്ള ഒന്നാമത്തെ വഴി സലാം പറയണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.